സ്റ്റോക്ക് മാർക്കറ്റ് ലേൺ ചെയ്യുന്ന അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലെ വീഡിയോ കാര്യങ്ങൾ നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ് ഫ്യൂച്ചർ ട്രേഡിംഗ്. ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ഏത് രീതിയിലാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത്. ദിസ് ഈസ് നിഖിൽ, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ബേസ്ഡ് ട്രേഡിംഗ് ആണ്. ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇത് ഒരു അസറ്റിൽ, അതായത് ഇപ്പം ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്നതിൻ്റെ കോൺട്രാക്റ്റ് ആണ്, അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്നതിൻ്റെ കോൺട്രാക്റ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബാങ്ക് നിഫ്റ്റി എന്താണെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴും മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും നമ്മൾക്ക് എക്സ്പയറി ടൈമിനെ വെച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റ് ട്രേഡിംഗ് രീതിയാണ് ഫ്യൂച്ചർ ട്രേഡിംഗ് എന്ന് പറയുക. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മളൊരു ഇക്വിറ്റി ട്രേഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു സ്റ്റോക്സിൻ്റെ പ്രൈസ് താഴെ ലോയിൽ നിന്ന് ബൈ ചെയ്തു, ഓക്കെ, മുകളിൽ അതിൻ്റെ പ്രൈസ് ഹൈ ചെയ്യുമ്പോൾ സെല്ല് ചെയ്യുക. അപ്പം ഒരു ഡയറക്ഷനിൽ മാത്രമേ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് ബൈ ചെയ്യുക, സെല്ല് ചെയ്യുക, ഇത് മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുക. ഇവിടെ നമ്മൾ ഒരു ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, മാർക്കറ്റ് ഹൈയിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് താഴേന്ന് ബൈ ചെയ്ത് മുകളിൽ കൊണ്ടുപോയി സെല്ല് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമതെന്ന് പറയുന്നത്, മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്, നമുക്ക് മാർക്കറ്റിന് 3 ഡയറക്ഷനിലായിരിക്കും വരിക. ഒന്നാമത്തെ മാർക്കറ്റ് ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ബുള്ളിഷ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന രീതിയാണ് നമ്മൾ ബുള്ളിഷ് എന്ന് പറയുക. ഈ രണ്ടാമത്തെ ഡയറക്ഷൻ എന്താണ്, മാർക്കറ്റ് ബെയറിഷ്, അതായത് മാർക്കറ്റ് താഴേക്ക് വരുന്ന രീതിയാണ് ബെയറിഷ് എന്ന് പറയുക. ഇനി മൂന്നാമത്, ശരിക്കും ഇതൊരു ഡയറക്ഷൻ അല്ല, പക്ഷേ എന്നാലും പറയുന്ന ഒരു കാര്യമാണ് സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറയുക. ഇത് മുകളിലേക്കുമല്ല താഴേക്കുമല്ലാതെ മാർക്കറ്റ് ഇങ്ങനെ തത്തിക്കളിച്ച് ഒരു റേഞ്ച് ബൗണ്ടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന മാർക്കറ്റ് രീതിനെയാണ് എന്ത് പറയുക, ഈ പറയുന്ന സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുക. അങ്ങനെ 3 മാർക്കറ്റ് രീതി കണ്ടീഷൻസ് ആണുള്ളത്. ഇതിൽ മാർക്കറ്റ് ബുള്ളിഷ് എന്ന് പറയുന്ന സിനാരിയോ ആണ് മാർക്കറ്റിൽ വരുന്നതെങ്കിൽ മാർക്കറ്റ് അപ്പിലേക്ക് പോകാനാണ് ഡയറക്ഷൻ ഉണ്ടാവുക. ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്യൂച്ചേഴ്സിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലോങ് എന്ന് പറയുന്ന ഡയറക്ഷനായിരിക്കും എടുക്കുക, അല്ലെങ്കിൽ ബൈ എന്ന് പറയുന്ന ഡയറക്ഷനിലായിരിക്കും നമ്മൾ ട്രേഡ് കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നത്. ഇനി മാർക്കറ്റിൽ നമ്മൾ ഷോർട്ടാണ് ചെയ്യുന്നത്. മാർക്കറ്റ് നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൈഡ് വേസ് ആണെങ്കിൽ നമ്മൾ എൻട്രി കാര്യങ്ങൾ ട്രേഡുകളോ ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളതല്ല. കാരണം മാർക്കറ്റ് അവിടെ വിൽക്കുന്ന സമയത്ത് നമുക്ക് SL കാര്യങ്ങളൊക്കെ അടിച്ചു പോകാനും നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. ഇനി അതേസമയം നമ്മുടെ ഡയറക്ഷൻ, നമ്മൾ ഫണ്ടമെൻ്റലി ടെക്നിക്കലിയൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ഡയറക്ഷൻ മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന സെല്ലിംഗ് ആയിരിക്കും നടത്തുക, അവിടെ നമ്മൾ ഷോർട്ട് ആയിരിക്കും ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സെല്ലിങ്ങും ബൈയിങ്ങും ഒരേപോലെ നടക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിൽ ഇപ്പോൾ ഒരു 100 പേര് ബൈ ചെയ്തിട്ടാണ് അതിൻ്റെ 54,000 വാല്യൂയിലേക്ക് ഒരു അസറ്റ് എത്തിയെന്ന് വിചാരിക്കുക. ഈ 54,000 വാല്യൂ ബൈ ചെയ്തിരിക്കുന്ന 100 പേരുണ്ട്, ഓക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ 54,000 വാല്യൂവിൽ നമ്മൾ സെല്ല് ചെയ്യണം. അപ്പം നമ്മുടെ സെൽ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയി, ഓക്കെ. ഇവിടെ താഴേക്ക് വരുന്ന സമയത്ത് ഈ 54,000 ബൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരുടെ എമൗണ്ട് ആണ് ഈ സെല്ല് ചെയ്ത ആൾക്കാരിലേക്ക് എത്തുക. അപ്പോൾ ഇവിടെ ഇതൊരു പ്യൂർലി കച്ചവടമാണ്. ഇവിടെ ബയ്യേഴ്സും സെല്ലേഴ്സും ആയിരിക്കും ഉണ്ടാവുക. ഈ 2 ആൾക്കാരുമായിരിക്കും മാർക്കറ്റിൽ ഉണ്ടാവുക. ഇവർ 2 പേരെയും ബന്ധിപ്പിച്ചുകൊണ്ടായിരിക്കും ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഫ്യൂച്ചേഴ്സ്, അതുകൊണ്ട് തന്നെയാണ് ബയ്യേഴ്സിന് ഇവിടെ നഷ്ടം വരുന്ന സമയത്ത് മാർക്കറ്റ് താഴേക്കാണ് വരുന്നതെങ്കിൽ സെല്ല് ചെയ്ത ആളുകൾക്ക് പ്രോഫിറ്റ് ലഭിക്കുകയും മാർക്കറ്റ് വരികയും ചെയ്യും. ഇനി മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് താഴേക്ക് വരുന്നതിന് പകരം മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇപ്പോൾ 54,000 ഒരാൾ സെല്ല് ചെയ്ത് ഇവിടെ 54,000 കുറച്ച് ആൾക്കാർ ബൈ ചെയ്തു. ഇത് മാർക്കറ്റ് മുകളിലേക്കാണ് പോകുന്നത്, 54,000, 54,100, 54,200, 55,000 മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ സെല്ല് ചെയ്ത ആളുകൾക്ക് നഷ്ടം വരികയും ബൈ ചെയ്ത ആളുകൾക്ക് പ്രോഫിറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിലായിരിക്കും മാർക്കറ്റ് അവിടെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യുക. അപ്പം അതേപോലെ തന്നെ ഇതൊരു കോൺട്രാക്റ്റ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് വീക്കിലി കോൺട്രാക്റ്റ് ഉണ്ട്, മന്ത്ലി ഉണ്ട്, 6 മന്ത് ഉണ്ട്. ഈ ടൈം ഡ്യൂറേഷൻ വരെ മാത്രമായിരിക്കും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ട്രേഡ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലിമിറ്റ് ഓർഡേഴ്സുകളും ഉണ്ട്. ഏകദേശം 4 രീതിയിലുള്ള ഓർഡേഴ്സുകളാണ് വരിക. ഒന്ന് ബൈ ലിമിറ്റ്, നോർമൽ നമുക്ക് മാർക്കറ്റ് ബൈ ചെയ്യാം, അതായത് മാർക്കറ്റിൽ ഇപ്പോഴുള്ള പ്രൈസുകൾ എത്രയാണോ ആ രീതിക്ക് ബൈയും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. അപ്പം ഇതാണ് ഒരു ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ്. ഇത് നമ്മൾ ലോകത്തുള്ള എല്ലാ അസറ്റിലും ഉണ്ട്. ബിറ്റ്കോയിനിൽ ഇതേപോലത്തെ ഫ്യൂച്ചേഴ്സ് ട്രേഡിംഗ് ഉണ്ട്, ഗോൾഡിലുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട്, നിഫ്റ്റിയിലുണ്ട്. ഇങ്ങനെ വേൾഡിലുള്ള പല അസറ്റുകളിലും ഇതുണ്ട്. അപ്പം നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്റ്റോക്സുകളിലുണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സിലുണ്ട്. ഇവിടെ എല്ലാം ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റ് കാര്യങ്ങൾ വർക്കിംഗ് ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന കോൺട്രാക്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സിസ്റ്റവും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ട്രേഡ് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളും ജസ്റ്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തു. താങ്ക് യു.